എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 20-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, തുടർച്ചയായ 3-ാം വർഷവും ഖത്തർ ഓപ്പൺ നേടിയത്. ഖത്തർ ഓപ്പൺ ടെന്നീസ് മത്സരമാണ്. അപ്പൊ തുടർച്ചയായ 3-ാം വർഷവും ഖത്തർ ഓപ്പൺ ടെന്നീസിൽ കിരീടം നേടിയത് ആരാണ്? ഇഗ സ്വിടെക് ആണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ വിഭാഗത്തിൽ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് പുരുഷ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? തേജീന്ദ്രപാൽ സിംഗ് ടൂർ ആണ്. ആരാണ്? തേജീന്ദ്രപാൽ സിംഗ് ടൂർ. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, അടുത്തിടെ ഗവേഷകർ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി. അടുത്തിടെ ഗവേഷകർ എവിടെ നിന്ന് കണ്ടെത്തിയതാണ്? പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയുടെ പേരെന്താണ്? എന്താണ്? പാറമുത്തൻ മുളവാലൻ. പേരെന്താണ്? പാറമുത്തൻ മുളവാലൻ. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ. നമ്മുടെ നാലാമത്തെ ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി തായുമാനവർ പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി തായുമാനവർ പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച സംസ്ഥാനം തന്നെയാണ് തമിഴ്നാടാണ് ആൻസർ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി തായുമാനവർ പദ്ധതി ആരംഭിക്കുന്നത് തമിഴ്നാടാണ്. തായുമാനവർ തമിഴ്നാട്ടിലെ ഒരു തത്വചിന്തകനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പദ്ധതി എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. ഇനി തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? സ്റ്റാലിൻ ആണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ തെക്കേയറ്റത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇതൊക്കെ ഞാൻ പണ്ട് പറഞ്ഞു പോയ കറണ്ട് അഫയേഴ്സിന്റെ അടുത്ത് തന്നെ പറഞ്ഞു പോയതാണ്. ചുമ്മാ ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണെന്നാണ് ചോദ്യം. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തെ ആദ്യ ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ് പ്രോബ്. എന്താണ്? ലിഗ്നോസാറ്റ് പ്രോബ്. ഓക്കെ. ഇത് നിർമ്മിച്ചത് ഏത് രാജ്യമാണ്? ഇത് നിർമ്മിച്ചത് ജപ്പാനാണ്. ഏത് രാജ്യമാണ്? ജപ്പാൻ. നാസയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ലിഗ്നോസാറ്റ് പ്രോബ് വിക്ഷേപിക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. നമ്മുടെ ആറാമത്തെ ചോദ്യം, ലോക സാമൂഹിക നീതി ദിനം എന്നാണ്? ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി 20 ആണ്. ഫെബ്രുവരിയിൽ നമ്മൾ കുറെ ദിനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനമാണ്. ഫെബ്രുവരി 13 എന്താണ്? ദേശീയ വനിതാ ദിനമാണ്. അതേ ഫെബ്രുവരി 13 തന്നെ എന്താണ്? ലോക റേഡിയോ ദിനമാണ് ഫെബ്രുവരി 13. അപ്പൊ ഫെബ്രുവരി 13 എന്തൊക്കെയാണ്? ദേശീയ വനിതാ ദിനം, ലോക റേഡിയോ ദിനം. അടുത്തത് ഫെബ്രുവരി 12 രാജ്യാന്തര അപസ്മാര ദിനം. ഫെബ്രുവരി 12 രാജ്യാന്തര അപസ്മാര ദിനം. ഓർത്തിരിക്കുക, ദിനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനം. ഫെബ്രുവരി 10 എന്താണ്? ലോക പയറുവർഗ ദിനം. ഫെബ്രുവരി 8 ദേശീയ വിരമുക്ത ദിനം. എന്താണ്? ദേശീയ വിരമുക്ത ദിനം. ഫെബ്രുവരി 7 ആവർത്തന പട്ടികാ ദിനം. ഫെബ്രുവരി 7 ആവർത്തന പട്ടികാ ദിനം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. ഇത് ഇമ്പോർട്ടന്റ് ഡേ ആണ്, ഓർത്തിരിക്കുക. ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമാണ്. ക്ലിയർ ആണല്ലോ? നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ലോക സാമൂഹിക നീതി ദിനം എന്നാണ് ഫെബ്രുവരി 20. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം, കേരളത്തിലെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആരാണ്? ബിജു പ്രഭാകർ. ആരാണ്? ബിജു പ്രഭാകർ. ഓർത്തിരിക്കുക. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിലെ ഫിഫ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. 2024 ഫെബ്രുവരിയിലെ ഫിഫ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 117 ആണ്. എത്രയാണ്? 117. ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക. കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ഐറിസ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഡീറ്റെയിൽഡ് നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. LDC ക്ലാസ് ഫ്രീ ആയിട്ട് ആപ്പിൽ റൺ ചെയ്യുന്നുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ PSC റിലേറ്റഡ് വീഡിയോസിന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.